ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ഡോൺ ദാവൂദ് ഇബ്രാഹിം കൊല്ലപ്പെട്ടോ ഇല്ലയോ? ഇതാണ് ചോദ്യം ഇന്നത്തെ ഏറ്റവും വലുത്. റിപ്പോർട്ട്സുകൾ വരുന്നത് അദ്ദേഹം കറാച്ചിയിലെ ആശുപത്രിയിൽ ഒരു കംപ്ലീറ്റ് ഫ്ലോർ അദ്ദേഹം അഡ്മിറ്റാണ്, സംഭവം സീരിയസ് ആണെന്ന് അവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാൻ ഗവൺമെൻറ് അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല. കാരണം ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലല്ല എന്നാണ്. പക്ഷെ റിപ്പോർട്ട്സ് വരുന്നത് അദ്ദേഹത്തെ ആരോ ആഹാരത്തിൽ പോയിസൺ കൊടുത്തു എന്നാണ്. അതിൻ്റെ ഫോട്ടോകളൊക്കെ വരാൻ തുടങ്ങി. പാകിസ്ഥാൻ ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. സീരിയസ് ആണ് എന്ന് പറയുന്നു, ചിലർ പറയുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇത് ഏകദേശം ഇന്നലെ രാത്രിയാണ് ഉണ്ടായത് എന്നും പറയുന്നു. സോഷ്യൽ മീഡിയ ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആണിത്. അപ്പോൾ മനസ്സിലാക്കുക ആരാണ് ദാവൂദ് ഇബ്രാഹിം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ് ദാവൂദ് ഇബ്രാഹിം. ഇന്ത്യയിൽ ഒരു സൂപ്പർ ഡൂപ്പർ പരമാധികാരമുണ്ടായിരുന്ന ഒരു ഗുണ്ടാത്തലവൻ, അതായിരുന്നു ദാവൂദ് ഇബ്രാഹിം. അപ്പം അതിനെപ്പറ്റി വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ് ഭയന്നു പോവും. എന്ത് തീരുമാനിച്ചാലും നടത്തും. ആ രീതിയിലുള്ള ആ ഡോൺ, ബോംബെ എത്രയോ പേര് കൊല്ലപ്പെടുന്ന അറ്റാക്ക്, ഏകദേശം എത്രയോ പേര് ഇഞ്ചേർഡായിപ്പോയി. അതിനുശേഷമാണ് അദ്ദേഹം മുംബൈയിൽ നിന്നും നേരെ ദുബായിലോട്ട് പോകുന്നു. അവിടുന്ന് പാകിസ്ഥാൻ അഭയം കൊടുക്കുകയാണ്. ആ മുംബൈ അറ്റാക്കിൻ്റെ പിറകിലുള്ള എല്ലാ സൂത്രധാരനും പണം കൊടുത്തതും ആൾക്കാരെ റിക്രൂട്ട് ചെയ്തതും ബോംബ് വെച്ചതും പലയിടത്തും അതിൻ്റെ പിറകിലെല്ലാം കളിച്ചത് ഈ ദാവൂദ് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഡോണായിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ പോലും ഇദ്ദേഹവുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ശരത് പവാർ, മറ്റുള്ള പല സീനിയർ നേതാക്കളും ദാവൂദിൻ്റെ റൈറ്റും ലെഫ്റ്റും ഹാൻഡുകളായിരുന്നു. ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മതം മാത്രമൊന്നുമല്ല ദാവൂദിൻ്റെ ഗെയിം. അത് ചുമ്മാതെ. അപ്പോൾ ശരത് പവാർ മുസ്ലിമാണ്. അങ്ങനെ പല നേതാക്കളും ദാവൂദുമായിട്ട് വെൽ കണക്റ്റഡ് ആയിരുന്നു. കാരണം പണം. അല്ല, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി, ഹിന്ദി മൂവീസ് മുഴുവനും കൺട്രോൾ ചെയ്ത ദാവൂദായിരുന്നു. ദാവൂദിൻ്റെ എത്രയോ ബിൽഡിങ്ങുകൾ ഈ ഇഷ്യൂവിന് ശേഷം ബോംബെ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. ദാവൂദ് പറയുന്നതേ ബോംബെയിൽ നടക്കുകയുള്ളൂ, മഹാരാഷ്ട്രയിൽ നടക്കുകയുള്ളൂ, ഇന്ത്യയിൽ പലതും നടക്കുകയുള്ളൂ. ആ രീതിയിലാണ്. ദുബായിലാണെങ്കിലും ദാവൂദിൻ്റെ ഗ്യാങ് പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അത്രമാത്രം ആരെയും ഏത് രീതിയിലും സ്വാധീനിക്കുവാൻ, രാഷ്ട്രീയം മാത്രമല്ല ബ്യൂറോക്രസി, എല്ലായിടത്തും ഒരു ദാവൂദ് എഫക്റ്റ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. എന്നിട്ട് ഈ ദാവൂദും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ദാവൂദ് അവിടെ പോകുന്നു, പാകിസ്ഥാനിൽ പോയി സേഫ് സോണായിട്ട് കഴിയുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് പല ടെറർ ഓർഗനൈസേഷനും പലത് നടത്തിയവരും, സിഖ് ടെററിസ്റ്റ് ആണെങ്കിലും ഈ പറയുന്ന ജമ്മു ആൻഡ് കാശ്മീർ ആണെങ്കിലും ഈ ദാവൂദ് ഇബ്രാഹിം ആണെങ്കിലും ഇവരുടെയൊക്കെ സേഫ് സ്ഥലമായിരുന്നു പാകിസ്ഥാൻ. പലരും കൊല്ലപ്പെടാൻ തുടങ്ങി. ജയിലിനകത്തുള്ളവർ പോലും കൊല്ലപ്പെടുവാൻ തുടങ്ങി. പാകിസ്ഥാൻ ജയിലിനകത്ത് ജീവപര്യന്തം ശിക്ഷ കിട്ടിയവർ പോലും കൊല്ലപ്പെടുവാൻ തുടങ്ങി. ഇന്ത്യ പല ആവർത്തി ദാവൂദ് ഇബ്രാഹിമിനെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുന്നു. ആ സമയത്തെല്ലാം പാകിസ്ഥാൻ റിഫ്യൂസ് ചെയ്യുക മാത്രമല്ല, അവർ പറയുന്നത് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലില്ല. ഇന്ത്യ തെളിവുൾപ്പെടെയാണ് കൊടുത്തത്, ഡോസിയർ ഉൾപ്പെടെയാണ് കൊടുത്തത്. ഇവിടെ ഇന്ന ഭാഗത്ത് ഇന്നിടത്താണ് അയാൾ താമസിക്കുന്നത്. പക്ഷെ പാകിസ്ഥാൻ കംപ്ലീറ്റ് ആയിട്ട് അത് റെഫ്യൂസ് ചെയ്തു. ഇപ്പോൾ ദാവൂദ് ഇപ്പോൾ കൊല്ലപ്പെടുവാണെങ്കിൽ പോലും പാകിസ്ഥാൻ അത് അഡ്മിറ്റ് ചെയ്തില്ല. അയാൾ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ അതുപോലും പറയാം. കാരണം ഇത്രയും നാളോ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ ഫോറങ്ങളിൽ ഇന്ത്യ ശക്തമായ രീതിയിൽ ദാവൂദ് ഇബ്രാഹിമിനെതിരെയും പാകിസ്ഥാനെതിരെയും ഇതൊരു വിഷയമായിട്ടെടുത്തു. ഇത് പാകിസ്ഥാനെ നമ്മൾ കോർണർ ചെയ്യാൻ ഉപയോഗിച്ചു. ഈ ദാവൂദ് ഇബ്രാഹിമിനെ പല ഇഷ്യൂസും കേസുകളും പല ഫോറങ്ങളിലും നമ്മളിത് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ദാവൂദിനെ കൊണ്ടുവരുന്ന കാര്യം കഷ്ടമാണ്, നടക്കില്ല. ഏതായാലും പറയുന്നത് ഇന്ന്
അൺകൺഫേംഡ് റിപ്പോർട്ട്, അതിൽ കൺഫേംഡ് റിപ്പോർട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ദാവൂദ് ഇബ്രാഹിമിന് ആരോ വിഷം കൊടുത്താണ് കൊന്നിരിക്കുന്നത്. ഇതേപോലെ 2 ആഴ്ച മുമ്പ് പാകിസ്ഥാൻ ജയിലിലുണ്ടായിരുന്ന ഒരു തീവ്രവാദിയെ, അതായത് മുംബൈ അറ്റാക്ക്, അപ്പോൾ ആ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട അയാളെയും ജയിലിനകത്ത് 19 വർഷം ജീവപര്യന്ത ശിക്ഷ കിട്ടിയ അയാളെ ഇതേപോലെ വിഷം കൊടുത്താണ് കൊന്നത്. അൺഐഡൻറ്റിഫൈഡ് പേഴ്സൺ, അറിയത്തില്ല ആരാണെന്ന്. ഏതായാലും ഇതും ഇവിടെ സംഭവിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഒരു കാര്യം പറയാം, എത്രയോ ഇന്ത്യക്കാരെ കൊലയ്ക്ക് കൊടുത്ത അവരുടെ ചിന്നിച്ചെറിയ ഡെഡ് ബോഡികൾ, ജീവശരീരങ്ങൾ, അതിനെല്ലാം ഉത്തരവാദിയായിരുന്നു ഇയാൾ. എത്രയോ പേരെയാ കൊന്നത്. എത്രയോ ഇന്ത്യയിലെ ജനങ്ങളെ ഇതേപോലെ ഭീഷണിപ്പെടുത്തി വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ലോകത്ത് എവിടെ ഇരുന്നാലും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന അണ്ടർവേൾഡ് ഡോൺ, ക്രിക്കറ്റിനകത്ത് വരെ സ്വാധീനമായിരുന്നു. ആര് എങ്ങനെ കളിക്കണം, എങ്ങനെ കളിക്കണ്ട, ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രി, ഇന്ത്യൻ കോർപ്പറേറ്റ് ഇൻഡസ്ട്രി, ഇതിലെല്ലാം ദാവൂദിന് അപ്പർ ഹാൻഡായിരുന്നു. കാരണം ഇന്ത്യൻ രാഷ്ട്രീയക്കാരൻ്റെ പൊന്നോമന മകനായിട്ടാണ് നടന്നത്. ഏതായാലും അതിന് അറുതി വന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അതിൻ്റെ പുറകിൽ ആരാണ് എന്താണ് എങ്കിലും ഒരു കൈ ഏതായാലും അതിൻ്റെ അകത്ത് മോദി ഗവൺമെൻറ്റിനുണ്ട്. അവർക്കും ഈ കാര്യത്തിൽ അഭിനന്ദനങ്ങൾ.